ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് നിങ്ങളുടെ ശുക്ലം പുറന്തള്ളുമ്പോൾ അത് എത്രയായിരിക്കണം പോവേണ്ടത്. നോർമൽ എത്രയായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും തെറിച്ചു പോവാത്തത്, ഇനിയിപ്പോൾ ഇങ്ങനെ ശുക്ലം കുറയാനുള്ള കാരണം എന്താണ്, ഇനി ശുക്ലം കൂടാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ആയിട്ടാണ് പറയുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ശരിക്കും ഉറങ്ങുന്ന ആൾക്കാരാണോ? ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെയൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാണോ? അതോ അതിൽ കുറവോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉറങ്ങുന്ന ആൾക്കാരാണോ? 2017 നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ അത് 18 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ നടത്തിയ ആളുകളിൽ നടത്തിയിട്ടുള്ള സ്റ്റഡിയാണ് കേട്ടോ. അപ്പോൾ അതിൽ 7 തൊട്ട് 8 മണിക്കൂറിലൊക്കെ കുറവായിട്ട് ഉറങ്ങുന്ന ആളുകൾക്കും അതിൽ കൂടുതൽ കുറേ നേരമൊക്കെ ഉറങ്ങുന്ന ആളുകളിലേക്ക് ശുക്ലത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൂടുതലായിട്ട് ഉറങ്ങുന്നവരിൽ ബീജത്തിന് എതിരായിട്ടുള്ളൊരു ആൻറ്റിബോഡി ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിലുള്ള ഒരു ഉറക്കവും നല്ലൊരു ഡയറ്റും എക്സസൈസൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ലൈംഗികത മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. മാത്രമല്ല നിങ്ങളുടെ ശുക്ലത്തിൻ്റെ അളവ് കൂട്ടാനും പറ്റും. കൂടെ മാൻഷുവറിൻ്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സപ്ലിമെൻറ്റും കൂടി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് വന്ധ്യത ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ശുക്ലവും അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കൂടി പെർഫെക്റ്റ് ഷേപ്പിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബീജത്തെയൊക്കെ ഉണ്ടാക്കാനും പറ്റും. ഇതിലടങ്ങിയിരിക്കുന്ന കൗഞ്ച് ബീജം നിങ്ങളുടെ ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിലെ ഗൗരപാഠ നിങ്ങളുടെ ശുക്ലത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിലെ പ്യുവറായിട്ടുള്ള ശിലാജിത്ത് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുവാനും പെർഫെക്റ്റ് ഷേപ്പിലുള്ള ബീജങ്ങൾ നിർമ്മിക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെസ് ലെവലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. 100% നാച്ചുറലാണ്, സേഫാണ്. അതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്ത് ഈ പ്രൊഡക്റ്റ് കിട്ടുമെന്നൊക്കെ. എന്നാൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ പ്രൊഡക്റ്റ് കഴിക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറോട് നേരിട്ട് ചോദിക്കണമെങ്കിൽ മാൻഷുവർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ഒരു തവണ നിങ്ങൾ ശരീരത്തിൽ ഏർപ്പെട്ട് നിങ്ങൾക്ക് പുറത്ത് വരുന്ന ശുക്ലം എത്രയാണ്? കുറയാണോ, ഇച്ചിരിയാണോ? നോർമൽ അളവെന്ന് പറയുന്നത് 5 ml തൊട്ട് 15 ml വരെ, ഏകദേശം ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂന്നേ. കുറേ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് മനസ്സിൽ അയക്കുന്നുണ്ടായിരുന്നു. പല വീഡിയോസിലും നോക്കുമ്പോൾ ഒരുപാട് വരുന്നുണ്ട്, എനിക്ക് ഇത്രയും വരുന്നുള്ളൂ, ഇത് പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു പ്രശ്നവുമില്ല. 5 ml തൊട്ട് 15 ml വരെ നോർമലാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന ശുക്ലത്തിൻ്റെ 5% മാത്രമേ ബീജങ്ങളുള്ളൂ. അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് കുറേ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ഹെൽത്തിയാണ്, അവർക്ക് കുറേ മക്കളൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, ഇങ്ങനെയുള്ളതാണ് ശരിക്കും ആൺപിള്ളേർ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ പറയുന്നത്. അപ്പോൾ അതിൽ വെറും 5% മാത്രമേ ബീജമുള്ളൂ. ഈ 5% കഴിഞ്ഞ് ബാക്കിയുള്ളതൊന്ന് സെമിനൽ വെസിക്കിൾസ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യോനിയിൽ പുളിപ്പല്ലേ, അതായത് ആസിഡ് സ്വഭാവമാണ് അല്ലേ അവിടുത്തെ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അവിടെ ബീജങ്ങൾ ചത്തു പോവാതിരിക്കാൻ വേണ്ടി അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ബീജത്തിൽ നന്നായിട്ട് നീന്തി ഉള്ളിലോട്ട് പോകണ്ടേ, അണ്ടത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകേണ്ട അത്യാവശ്യമാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കാനും അങ്ങനെ മൂവ് ചെയ്യാനുള്ള നല്ലൊരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുള്ളത്. ബാക്കി ഒരു 5% മാത്രമേ ഇതുള്ളൂ. ഓക്കെ. പിന്നെ ചിലർ വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തെറിച്ച് പോകുന്നില്ല. പണ്ടൊക്കെ അങ്ങനെ തെറിച്ച് പോകുന്നുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ തെറിച്ച് പോകുന്നില്ല. എന്താണെന്ന് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസിലിന് കൊടുക്കുന്ന കൺട്രാക്ഷൻ എത്രയാണോ, ആ ഉള്ളിലത്തെ പെൽവിക് ഫ്ലോർ മസിൽസിന് കിട്ടുന്ന കൺട്രാക്ഷൻ എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇത് പുറത്തേക്ക് പോകുന്ന ഫോഴ്സ് തീരുമാനിക്കുന്നത്. അപ്പം നല്ല കൺട്രാക്ഷൻ കിട്ടുന്നെങ്കിൽ പുറത്തേക്ക് ഫാസ്റ്റായിട്ട് പോകും, അല്ലെങ്കിൽ മെല്ലെ പോകത്തുള്ളൂ. അതിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. പിന്നെ ചിലരിൽ ശുക്ലം കുറഞ്ഞു വരാറുണ്ട്. ഏതൊക്കെ അവസരത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഏജ് ആകുമ്പോൾ മസിലൊക്കെ ഭയങ്കര വീക്കാവും അല്ലേ. അത് മാത്രമല്ല ആ സമയത്ത് പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറഞ്ഞു പോകും. പിന്നെ അത് മാത്രമല്ല യൂറിത്രയിൽ ചിലർക്കൊക്കെ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ പുറത്ത് വരത്തുള്ളൂ. അതുപോലെ പാരമ്പര്യം ഒരു ഘടകമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹോർമോൺസിൻ്റെ, അതിപ്പോൾ പുരുഷ ഹോർമോൺ മാത്രമായിരിക്കും തൈറോയ്ഡ് പോലെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഹോർമോൺസിൻ്റെ ചേഞ്ച് കൊണ്ടും ഇങ്ങനെയുള്ള കുറവുകളൊക്കെ ഉണ്ടാവാം. അതുപോലെ സിങ്കിൻ്റെ കുറവ് കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ. അതുപോലെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവർ, സ്പൈനൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷനൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ശുക്ലം കുറയാറുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ്
കൂട്ടാൻ വഴിയുണ്ടോ? ഉണ്ട്. ഹൈഡ്രേറ്റ് ആയിട്ടിട്ട് ഇരിക്കുക എന്നുള്ളത്. നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നന്നായിട്ട് മൂത്രം പോകത്തില്ലേ? അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡായിട്ടുള്ള ശുക്ലത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ കഴിക്കാനും പാടില്ല. എന്താണ് കഴിക്കാൻ പാടില്ല എന്നല്ല, കോഫി അതുപോലെ മദ്യപാനം ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. ഇത് അങ്ങനെ കുടിക്കുമ്പോൾ എന്താക്കും? നിങ്ങളുടെ ശുക്ലത്തിൻ്റെ അളവ് അവിടെ കുറയും. അതുപോലെ തന്നെയാണ് പുകവലിയും. ഇത് രണ്ടും നിങ്ങളുടെ പ്രത്യുൽപാദനത്തെ വരെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ നേരം ഒക്കെ ലൈംഗികതയ്ക്ക് മുമ്പ് ഫോർപ്ലേ കൂടുതൽ നേരം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ശുക്ലം പുറത്ത് വരുന്നതായിട്ടൊക്കെ സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ സിങ്ക് റിച്ച് ഫുഡ് കഴിക്കുക. സിങ്കിനെ നശിപ്പിക്കുന്ന ഫുഡ് കഴിക്കാതിരിക്കുക. ബേക്കറി ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ശുക്ലം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ. എൻ്റെ തൊണ്ടയിൽ കുറച്ച് പ്രശ്നമാണ്, അതാണ് സൗണ്ട് ഇങ്ങനെ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.